ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وآله وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അറിഞ്ഞും അംഗീകരിച്ചും അനുധാവനം ചെയ്തും മുസ്ലിമായി മുഅ്മിനായി മുത്തഖിയായി ജീവിച്ചു മരിക്കാൻ നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുകയും പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. അതിലായിരിക്കണം നമ്മുടെ ജീവിതയാത്ര എന്ന് ആമുഖമായി എന്നെയും നിങ്ങളെയും ഒക്കെ ഓർമ്മിപ്പിക്കുകയാണ്. വിശ്വാസി ലോകത്തിന്റെ ആത്മീയ പുസ്തകത്തിന്റെ പേജുകൾ ഒരധ്യായത്തിൽ നിന്ന് മറ്റൊരധ്യായത്തിലേക്ക് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദിവസങ്ങളും മാസങ്ങളും കടന്നു പോകുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസരങ്ങളുടെ പുതിയ തോപ്പുകൾ അവർക്ക് പുഷ്പിച്ചു കൊടുക്കുന്നുണ്ട് എന്നതാണ്. പുതിയ നിറങ്ങൾ, പുതിയ മണങ്ങൾ, പുതിയ കാഴ്ചകൾ, പുതിയ അനുഭവങ്ങൾ, പുതിയ പ്രതീക്ഷകൾ. ഇതാണ് വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, ഒരു മുഅ്മിനിന്റെ ജീവിതത്തിലെ രാപ്പകലുകളുടെ മാസ്റ്റം. ഇതാ നോമ്പിന്റെ അതിവിപുലമായ ഒരു ലോകത്ത് നിന്ന് വിശ്വാസികൾ സന്തോഷത്തോടെ പുറത്തു കടക്കുമ്പോഴേക്കും അള്ളാഹു പുതിയ ആത്മീയ പുണ്യങ്ങളുടെ പുതിയ തോപ്പുകൾ തുറന്നു കൊടുക്കുകയാണ്. അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത്ത്. ഹജ്ജ് അറിയപ്പെട്ട മാസങ്ങളാണ്. ഇനി വരുന്ന ദുൽഖഅദയും ദുൽഹിജ്ജയും മുഹറവുമെല്ലാം ഹജ്ജുമായി ബന്ധപ്പെട്ട തിരക്കുകളാണ് മുസ്ലിം ലോകത്ത്. ഹജ്ജിന്റെ ഏതൊരു ചിഹ്നങ്ങളിലേക്ക് നിങ്ങൾ എടുത്തു നോക്കിയാലും അതെല്ലാം വിശ്വാസികൾക്ക് ഒരുപാട് പാഠങ്ങൾ നൽകുന്നുണ്ട്. ഹജ്ജിന്റെ ശിആറുകളിൽ ഏറ്റവും പ്രകടമായ, ലോകം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശബ്ദമാണ് തൽബിയത്ത് എന്ന് പറയുന്നത്. എന്താണ് തൽബിയത്ത്? തൽബിയത്ത് എന്നാൽ ഒരു ഉത്തരം ചെയ്യലാണ്, വിളി കേൾക്കലാണ്. തൽബിയത്തിന്റെ അർത്ഥം ഞാൻ വിളി കേട്ടിരിക്കുന്നു എന്നതാണ്. ആർക്ക് ആര് വിളിച്ചിട്ട് ആരാണ് ഉത്തരം ചെയ്യുന്നത്, വിളി കേൾക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അള്ളാഹുവിന്റെ ഭവനം സന്ദർശിക്കാൻ ഇറങ്ങിപ്പെട്ട ആളുകൾ അള്ളാഹുവിന്റെ ക്ഷണം സ്വീകരിച്ചതിന്റെ വിളിയാളമാണ്, പ്രഖ്യാപനമാണ് തൽബിയത്ത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമും കഅബയുടെ പുനർനിർമ്മാണം പൂർത്തിയായ നേരത്ത് ഇബ്രാഹിം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു ലമ്മാ ഫറഗ ഇബ്രാഹിം അലൈഹിസ്സലാം മിൻ ബിനാഇൽ ബൈത്ത് ഖാല റബ്ബി ഖദ് ഫറഗ്ത്. അത് കഴിഞ്ഞപ്പോ അവർ പറഞ്ഞു, റബ്ബേ ഞങ്ങളുടെ ജോലി കഴിഞ്ഞു. ഫഖാല അദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, നീ ജനങ്ങളോട് ഈ ഭവനത്തിലേക്ക് തീർത്ഥയാത്ര വരാൻ വേണ്ടി, ആരാധനാപരമായ യാത്രക്ക് വേണ്ടി പ്രഖ്യാപിക്കുക. ഖാല റബ്ബി വമാ യബ്ലഗു സൗതി. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിക്കുന്നുണ്ട്, എന്റെ ശബ്ദം എങ്ങനെയാണ് ലോകത്തിന്റെ നാനാ ഭൂമികയിൽ ജീവിക്കുന്ന ആളുകളിലേക്ക് എത്തുക റബ്ബേ? അന്ന് ഇന്റർനെറ്റ് ഒന്നുമില്ലല്ലോ. ഖാല അദ്ദിൻ വഅലയ്യൽ ബലാ. അല്ല മറുപടി കൊടുത്തു, നീ പ്രഖ്യാപിക്കുക, വിളിച്ചു പറയുക, എത്തിക്കുന്നവൻ ഞാനാണ്. ഖാല റബ്ബി കൈഫ അഖൂൽ, ഞാൻ എങ്ങനെയാണ് പറയേണ്ടത്? ഖാല അല്ലാഹു പറഞ്ഞു, ഖുൽ യാ അയ്യുഹന്നാസ്
കുതിബ അലൈക്കുമുൽ ഹജ്ജ് ഹജ്ജുൽ ബൈത്തിൽ അതീഖ്. ജനങ്ങളെ, നിങ്ങൾക്ക് ഈ ഭവനം ഉദ്ദേശിച്ചുകൊണ്ട് യാത്ര ചെയ്യൽ അള്ളാഹു നിർബന്ധമാക്കിയിരിക്കുന്നു, നിയമമാക്കിയിരിക്കുന്നു എന്ന് നീ വിളിച്ചു പറയുക. അങ്ങനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫസമിഅഹു മൻ ബൈനസ് സമാഇ വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഇടയിലുള്ളവരെല്ലാം അത് കേട്ടു. അലാ തറാ അന്നഹും യജീനൂന മിൻ അഖ്സൽ അർളി യുലബ്ബൂൻ, നിങ്ങൾ കാണുന്നില്ലേ ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്ന് അവർ വിളിക്കുത്തരം നൽകിയ കൊണ്ട് തൽബിയത്ത് ചൊല്ലിക്കൊണ്ടുവരുന്നത്. അതാണ് അല്ലാഹു പറഞ്ഞത്, വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. നീ ജനങ്ങൾക്കിടയിൽ ഹജ്ജിനുള്ള പ്രഖ്യാപനം നടത്തുക. അവർ നടന്നുകൊണ്ട് മെലിഞ്ഞൊട്ടിയ വാഹനങ്ങളിലായി എല്ലാവിധ ദൂരപ്രദേശങ്ങളിൽ നിന്നും അതേപോലെ തന്നെ ഉള്ളറകളിൽ നിന്ന് ഇടുങ്ങിയ വഴികളിൽ നിന്നും അവർ നിന്നിലേക്ക് എത്തിച്ചേരുന്നതാണ്. അങ്ങനെ അന്ന് ആ വിളി കേട്ട് ഹജ്ജിന് പുറപ്പെട്ട ആളുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ടുവരുന്ന പ്രഖ്യാപനമാണ്, മുദ്രാവാക്യമാണ് തൽബിയത്ത് എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജിനും ഉംറക്കും പുറപ്പെട്ടപ്പോൾ ഈ തൽബിയത്താണ് ചൊല്ലിയത്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക ലബ്ബൈക ലബ്ബൈക അല്ലാഹുമ്മ, അല്ലാഹുവേ നിനക്ക് ഞങ്ങൾ ഇതാ വിളിക്കുത്തരം നൽകിയിരിക്കുന്നു. ലബ്ബൈക് ലാ ശരീക ലക, നിനക്ക് ഒരു പങ്കുകാരനുമില്ല അല്ലാഹുവേ, നിന്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം നൽകി. ലബ്ബൈക് ഇന്നൽ ഹംദ, എല്ലാ സ്തുതികളും, വന്നിഅമത, ലോകത്തെല്ലാവരും അനുഭവിക്കുന്ന അനുഭവങ്ങളും, അത് ലക വൽ മുൽക്, നിനക്കുള്ളതാണ്, നിനക്കാണ് ആധിപത്യം. ലാ ശരീക ലക്, നിനക്ക് ഒരു പങ്കുകാരനുമില്ല. കണ്ടോ, ഈ തൽബിയത്തിൽ ഒരുപാട് പഠിക്കാനുണ്ട് മനുഷ്യന്റെ. തൽബിയത്തിലുമുണ്ട് ഒരു തർബിയത്ത്. ഈ തൽബിയത്ത് ഉറക്കെ ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഹജ്ജ്, അതിന്റെ ഉംറ, അതിന്റെ ശക്തി പ്രാപിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കപ്പെട്ടു, ഫഖദ് സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുൽ ഹജ്ജ് അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠമായ ഹജ്ജ് ഏതാണ് എന്ന് നബിയോട് ചോദിച്ചു. ഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹജ്ജു വസ്സജ്ജു. നബി ആ രണ്ട് വാക്കാ പറഞ്ഞത്, അൽ ഹജ്ജു വസ്സജ്ജു. അൽ ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത്തൽബിയത്ത്, ഏറ്റവും നന്നായി ശബ്ദമുഖരിതമായ വിധത്തിലുള്ള തൽബിയത്ത്, ആളുകളുടെ എണ്ണം കൂടുകയും ശബ്ദമുയരുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന തൽബിയത്താണ് ഹജ്ജ്. അതേപോലെ തന്നെ വസ്സജ്, ഏറ്റവും കൂടുതൽ നഹ്റുൽ ബദൻ, ഏറ്റവും കൂടുതൽ അറവ് ഉണ്ടാകുന്ന ഹജ്ജ്, അഥവാ ആളുകൾ ഏറ്റവും കൂടുതലുള്ള, ഏറ്റവും ആത്മാർത്ഥമായി അവർ ഹജ്ജ് അള്ളാഹുവിന് സമർപ്പിക്കുന്ന ഹജ്ജാണ് ഏറ്റവും നല്ല ഹജ്ജ്. മാത്രവുമല്ല, ആളുകൾ വെറുതെയല്ല ഒരു തൽബിയത്ത് ചെല്ലുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അള്ളാഹുവിന്റെ ദൂതർ പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മാ മിൻ മുസ്ലിമിൻ യുലബ്ബി ഇല്ലാ ലബ്ബാ മൻ അൻ യമീനിഹി വശിമാലിഹി. ഒരു മുഅ്മിനായ ഒരു മനുഷ്യൻ, ഏതൊരു മുസ്ലിമും തൽബിയത്ത് ചെല്ലുമ്പോൾ അവന്റെ ഇടതുഭാഗത്തും വലതുഭാഗത്തുമുള്ളതെല്ലാം മിൻ ഹജ്രിൻ ഔ ഷജരിൻ ഔ മദ്രിൻ ഹത്താ തൻഖതിഅൽ അർളു മിൻ ഹുനാ ഹവഹാഉന, അവന്റെ ഇടതും വലതുമുള്ള കല്ലും മരവും അങ്ങ് എല്ലാ കുടിലുകളും ആ തൽബിയത്ത് ഏറ്റുചെല്ലും. അങ്ങനെ ഒരറ്റം മുതൽ, ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എത്തുന്നതുവരെ തൽബിയത്ത് ഇങ്ങനെ ഒരു തിരമാല സാഗരങ്ങളിൽ ഒഴുകിപ്പോകുന്നത് പോലെ അതിനെ ഓരോ ഭൂമികങ്ങളും അത് താണ്ടി മുറിച്ചു കടന്നു പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. മാത്രവുമല്ല, തൽബിയത്തിൽ ഏറ്റവും കൂടുതൽ ശബ്ദമുയർത്തി ചെല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ വന്ന് കൽപ്പിച്ചതായി പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ജാഅനി ജിബ്രീൽ ഫഖാല, ജിബ്രീൽ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, മുർ അസ്ഹാബക യർഫഉ ബിതൽബിയതി, നിന്റെ അനുയായികളോട് നീ പറയണം, തൽബിയത്ത് അവർ ശബ്ദം ഉയർത്തട്ടെ. ഫഇന്നഹാ ശിആറുൽ ഹജ്ജ്,
അത് ഹജ്ജിന്റെ അടയാളമാണ്. സഹോദരന്മാരെ, തൽബിയത്ത് ഒരു നിസ്സാര സംഗതിയല്ല. എന്തുകൊണ്ടാണ് ലോകം മുഴുവനും മുസ്ലിം ലോകത്തിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ലോകത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും മുസ്ലിമീങ്ങൾ ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കുമ്പോൾ അവർക്ക് എത്ര കാര്യങ്ങൾ, വിഷയങ്ങൾ ലോകം കേൾക്കുമാർ ഉച്ചത്തിൽ പറയാനുണ്ട്. ലോകം ശ്രദ്ധിക്കുന്ന മുദ്രാവാക്യം, അവിടെ അള്ളാഹ് തിരഞ്ഞെടുത്ത മുദ്രാവാക്യം എന്താ? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. ഒരു രാഷ്ട്രത്തിനും ഒരു സമൂഹത്തിനും വൈവിധ്യങ്ങളെ കാണിക്കാത്ത ഏകാന്തമായ ഒരു സ്വരം. ആ സ്വരത്തിൽ വിശ്വാസ ലോകത്തിന് ഒരുപാട് പഠിക്കാനുണ്ട്. ഇത്രയും പ്രധാനപ്പെട്ടതാണ് തൽബിയത്ത്. ആ തൽബിയത്തിലേക്ക് തൽബിയത്തുയർത്തി അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് എത്താനുള്ള പുറപ്പാടിലാണ് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുമുള്ള സത്യവിശ്വാസികൾ. ഇന്ത്യയിൽ നിന്നടക്കമുള്ള 10,000-കണക്കിന് മനുഷ്യന്മാർ യാത്ര ഒരുങ്ങുകയാണ്. അള്ളാഹു അവരുടെ എല്ലാവരുടെയും യാത്രകളെ ഏറ്റവും എളുപ്പവും സുഗമവുമാക്കുകയും മഖ്ബൂലും മബ്ലൂറുമായ ഹജ്ജ് ചെയ്ത് മടങ്ങി വരാൻ അള്ളാഹു അവർക്ക് തൗഫീഖ് നൽകുകയും ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിന്റെ ദീനിനെ കേട്ട് മനസ്സിലാക്കി അതിന്റെ വെളിച്ചം ഉൾക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. أقول قولي هذا واستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. വിശ്വാസികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചും മാനിച്ചും യഥാർത്ഥ മുത്തഖികളും മുഅ്മിനീകളുമായി ജീവിച്ചു മരിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്. അള്ളാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരിമാരെ, സഹോദരന്മാരെ, നിങ്ങൾ ശ്രദ്ധിച്ചോ? ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വരുന്ന മുസ്ലിങ്ങളെല്ലാം ഒരു കേന്ദ്രത്തിൽ ഒരുമിച്ച് കൂടുക. പണ്ടത്തെ പോലെയല്ല. ഇന്ന് ഗ്ലോബലൈസേഷൻ, ലോകത്തിന്റെ ഏതൊരു കോണിൽ ദിക്കിൽ എന്തൊരു ഇൻസിഡന്റ് ഉണ്ടായാലും എല്ലാ വീടുകളിലും എല്ലാ കാതുകളിലും എല്ലാ കണ്ണുകളിലും തത്സമയം എത്തുന്നു. എന്താണ് പറയുന്നത്? എന്താണ് അതിന്റെ പ്രതികരണം? മുസ്ലിം ലോകത്തിന് നാനാവിധ പ്രശ്നങ്ങളുണ്ട്. ഓരോ പ്രദേശത്തും ഓരോ പ്രശ്നമാണ്. ഇന്ത്യക്കാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം തീവ്രമായ ഈ ഇസ്ലാമിന്റെ മുസ്ലിങ്ങളുടെ ശത്രുക്കൾ മുസ്ലിങ്ങളുടെ വഖഫ് ഭൂമി പോലും പിടിച്ചടക്കി വംശഹത്യയിലേക്കുള്ള പ്ലാനിങ്ങിന്റെ അതിന്റെ പണിപ്പുരയിലാണ്. ഇന്ന് നമ്മുടെ ഷർഖുൽ ഔസത്തിലേക്ക് നോക്കിയാൽ ഫലസ്തീൻ പ്രശ്നം ലോകത്ത് ഏറ്റവും വേദനയാണ് മുസ്ലിങ്ങളുടെ. പക്ഷെ ഇങ്ങനെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിട്ടും ഹജ്ജ് വേളയിൽ ഉയർത്തപ്പെടുന്ന ഏറ്റവും വലിയ മുദ്രാവാക്യം എന്താ? മുദ്രാവാക്യം തൽബിയത്താണ്. തൽബിയത്തിൽ എന്താ ഉള്ളത്? തൽബിയത്തിൽ ഉള്ളത് ഇസ്ബാത്തു തൗഹീദി വ തബ്രീറുൻ മിനശ് ശിർക്ക്. അള്ളാഹുവിന്റെ ഏകത്വത്തെ സ്ഥാപിക്കലും അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ശിർക്കിൽ നിന്ന് ഒഴിവാകലുമാണ്. എന്ന് പറഞ്ഞാൽ അഹമ്മുൽ മവാദിഉ ലിൽ മുഅ്മിൻ ഹുവ തൗഹീദ്, അഖ്തറുൽ മവാദിഉ ലിൽ മുഅ്മിൻ അശ്ശിർക്ക്. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും പരമപ്രധാനമായ വിഷയം അത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന തൗഹീദാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഏറ്റവും വലിയ ജാഗ്രത പുലർത്തേണ്ട അപകടം അവൻ ശിർക്കിൽ ആപതിച്ചു പോകുന്നതിനെയാണ്. അതാണ് തൽബിയത്ത് വിളിച്ചു പറയുന്നത്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക്, അല്ലാഹുവേ നിനക്ക് ഞങ്ങൾ വിളിക്കുത്തരം നൽകിയിരിക്കുന്നു. ലാ ശരീക ലക്, നിനക്കൊരു പങ്കുകാരനുമില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ല ഹജ്ജ് തുടങ്ങിയത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കത്ത് പ്രബോധനം നടത്തുമ്പോൾ കഅബയ്ക്ക് ചുറ്റും ഹജ്ജ് നടക്കുന്നുണ്ട്. മക്കയിൽ ഹജ്ജുണ്ട്. ഹജ്ജ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കാലം മുതൽക്ക് തുടങ്ങിയിട്ടുണ്ട്, നിന്നുപോയിട്ടില്ല. പക്ഷെ അതിൽ പ്രവാചക അധ്യാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ജനങ്ങൾ യാന്ത്രികമായി കടത്തിക്കൂട്ടിയ പലതുണ്ട്. അതിൽപ്പെട്ട ഏറ്റവും വലിയൊരു അപകടമായിരുന്നു തൽബിയത്തിൽ അവർ വരുത്തിയ മാറ്റം. റസൂലിന് അത് കേൾക്കാൻ വയ്യായിരുന്നു. റസൂൽ കേൾക്കാറുണ്ടായിരുന്നു. പ്രവാചകൻ ഹജ്ജ് ചെയ്യുന്നതിന്റെ മുമ്പ്, ഇസ്ലാമിൽ പൂർണ്ണമായ ഹജ്ജ് പഠിപ്പിക്കപ്പെടുന്നതിന്റെ മുമ്പ് മുശ്രിക്കുകളുടെ തൽബിയത്ത് അവിടെ ഇങ്ങനെ ശബ്ദമുഖരിതമാകും. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് എന്ന് വരെ എത്തും. അത് കഴിയുമ്പോ റസൂൽ അറിയാതെ വിളിച്ചു പറഞ്ഞു പോകും. എന്താണ്? ഖദ് ഖദ്, അത് മതി, അത് മതി, വൈലക്കും ഖദ് ഖദ്, അവിടെ നിർത്തൂ നിങ്ങൾ. കാരണം എന്താ അറിയോ? അവരവിടെ നിർത്താറുണ്ടായിരുന്നില്ല. ഫയഖൂലൂൻ, അവർ പറയും, ഇല്ലാ ശരീകൻ ഹുവ ലക് തംലികുഹു വമാൽ ബലക്
പടച്ചോനെ നിനക്ക് ഒരു പങ്കുകാരനുമില്ല ഒരാളല്ലാതെ. ഇനി അയാള് തന്നെ അയാൾ ഉടമ്പപ്പെടുത്തിയതൊക്കെ നിന്റെ തന്നെയാണ്. നമ്മളെ നാട്ടിൽ മലയാളത്തിൽ യാഥാസ്ഥികന്മാര് പറയാറില്ലേ, അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കാൻ, അള്ളാഹു അല്ലാത്ത ആളുകളെ സഹായിക്കുമെന്ന് വാദിക്കാൻ. അവർ അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ടാണ് സഹായിക്കാറുള്ളത്. അവർ സ്വന്തം റബ്ബാണ് എന്നല്ല. ആ അർത്ഥത്തെ സൂചിപ്പിക്കുന്ന തൽബിയത്തായിരുന്നു ആരത്? മുശ്രിക്കുകളുടേത്. അവര് പറയും ലാ ശരീക ലക്, പടച്ചോനെ നിനക്കൊരു പങ്കുകാരനുമില്ല. ഇല്ലാ ശരീകൽ ഹുവ ലക് വമാ തംലികുഹു, അവൻ ഉടമപ്പെടുത്തിയതും ഒക്കെ നിന്റെ തന്നെയാണ്, പുറത്തുള്ളതല്ല എന്നവർ പറയും. വഹാദാ വഹും യതൂഫൂന ബിൽ ബൈത്ത്, റവാഹു മുസ്ലിം. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അവർ ഇങ്ങനെയായിരുന്നു തൽബിയത്ത് ചൊല്ലിയിരുന്നത്. ഇസ്ലാം വന്നു, പ്രവാചകൻ വന്നു, ആ തൽബിയത്തിനെ റദ്ദ് ചെയ്തില്ല, മറിച്ച് അതിനെ കറക്റ്റ് ചെയ്തു. അവരോട് പറഞ്ഞു ഇങ്ങനെയല്ല പറയേണ്ടത്, കണിശമായി പൂർണ്ണമായി അവിടെ അവസാനിപ്പിക്കുക. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക എന്ന് അടിവരയിട്ട് പറയുക. അതാണ് തൽബിയത്ത്. അതുകൊണ്ട് തൽബിയത്ത് പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ തർബിയത്ത് അവൻ ഏകനായ അള്ളാഹുവിനെ, അവനുള്ള ആരാധനയെ, ഏകത്വത്തെ ലോകത്തിന്റെ മുമ്പിൽ പ്രഖ്യാപിക്കുന്നു എന്നതാണ്. ആ ഏകത്വത്തിൽ നിന്നാണ് സമർപ്പണം ഉണ്ടാകുന്നത്. ആ സമർപ്പണത്തിന്റെ വലിയാളമാണ് തൽബിയത്ത്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا توفنا مسلمين والحقنا بالصالحين. اللهم احينا على الكتاب والسنه وامتنا مع الايمان والتوبه. اللهم اجعل هذا البلد بلدا امنا وسائر بلاد المسلمين. ربنا توفنا مسلمين والحقنا بالصالحين. اللهم اغفر لحينا وميتنا وشاهدنا وغائبنا وصغيرنا وكبيرنا وذكرنا وأنثانا. اللهم إن أحييته منا فأحيه على الإسلام، ومن توفيته منا توفه على الإيمان. ربنا آتنا حسنة، ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين.